നടുവേദന ഉള്ള ആളുകളാണോ നിങ്ങൾ? നടുവേദന ഉള്ള ആൾക്ക് നടുവേദന മാറാനൊക്കെയായിട്ടും പിന്നെ പ്രസവിച്ചെടുക്കുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാനൊക്കെയായിട്ടും അതുപോലെ തന്നെ പ്രസവരക്ഷയ്ക്കും ദേഹപുഷ്ടിക്കുമായിട്ടും ഉലുവ ദാ ഇതുപോലൊന്ന് വിളയിച്ച് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 1/4 കിലോളം ഉലുവ നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് നിലക്കടല ഉണ്ടല്ലോ, നിലക്കടല കുറച്ചൊരു 1/4 കിലോളം നിലക്കടലയും അതുപോലെ തന്നെ ഒരു 50 ഗ്രാമോളം എള്ളും കൂടി ചേർത്തിട്ട് ഇവ മൂന്നും കൂടിയിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്കൊരു ഏകദേശം ഒരു 2 കട്ടിയോളം ശർക്കര കിട്ടിയില്ലെങ്കിൽ നമുക്ക് നല്ല കരിപ്പട്ടി ശർക്കരയാണ് കുറച്ചുകൂടെ കൂടുതൽ നല്ലത്. അപ്പോൾ ഈ ഒരു കരിപ്പട്ടി ശർക്കര നമുക്ക് അങ്ങാടി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു കരിപ്പട്ടി ശർക്കരയും നമ്മൾ ഈ ഒരു നിലക്കടലയും എള്ളും ഉലുവയും കൂടെ കുതിർത്ത് അരച്ചത് നമുക്ക് ശർക്കരയിലിട്ടിട്ട് നന്നായിട്ട് വിളയിക്കുക. അപ്പോൾ വിളയിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൂട്ടത്തിൽ നമുക്കൊരു 1-2 തേങ്ങ ചിരവി തേങ്ങയുടെ പാലും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ വറ്റിച്ചെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ചുവന്നുള്ളി അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ അത് വരട്ടി എടുക്കുകയാണെങ്കിൽ മുലപ്പാൽ വർദ്ധിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. ദേഹരക്ഷയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ രക്തത്തിൻ്റെ അളവ് വർദ്ധിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ നടുവേദന മാറാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സിനൊക്കെ ആയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.